നമസ്കാരം. കേരളത്തിലെ കോൺഗ്രസുകാരെല്ലാം ഒരു തരത്തിൽ കലാകാരന്മാരാണ്. നിന്ന നിൽപ്പിൽ മറുകണ്ഠം ചാടാനും യാതൊരു ഉളുപ്പുമില്ലാതെ പറഞ്ഞതു മാറ്റി പറയാനും കൂടെ നിൽക്കുന്നവരെ പുതുകാൽ വെട്ടി തള്ളിയിടാനും ഒക്കെ അറിയുന്ന നല്ല അസാധ്യ ചവിട്ടു നാടക കലാകാരന്മാർ. കോൺഗ്രസിൽ ചവിട്ടിപ്പുറത്താകൽ ആദ്യമല്ല. മുതിർന്ന നേതാക്കന്മാർ മുതൽ അണികൾ വരെ പലകുറി കോൺഗ്രസിന്റെ ഈ വിരോധാഭാസം സഹിച്ചിട്ടുള്ളവരാണ്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള കടിപിടിയിൽ വ്യക്തിബന്ധങ്ങൾക്കും മുതിർന്ന നേതാവെന്നുള്ള പരിഗണനകൾക്കുമൊക്കെ പുല്ലിന്റെ വില പോലും പലപ്പോഴും കോൺഗ്രസിലെ ചില തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാർ കൊടുക്കാറില്ല. അതിന്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമായി മാറിയത് സുധാകരൻ തന്നെയായിരുന്നു. കേരളത്തിലെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ വലിച്ചു പുറത്തിട്ട് സണ്ണി ജോസഫിനെ അവിടെ അവരോധിച്ചപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം ഇനി അടിക്കടി വളർന്നു പന്തലിച്ച് മാനമുട്ട എത്തുമെന്നാണ് അങ്ങ് ഡൽഹിയിലിരുന്ന രാഹുൽ ഗാന്ധി മുതൽ ഇങ്ങ് കേരളത്തിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വരെ പറഞ്ഞത്. എന്നിട്ടെന്തായി? ഇടതുകാലിലെ മന്ത് വലതുകാലിലേക്ക് മാറി എന്നല്ലാതെ കോൺഗ്രസിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ല. കേരളത്തിലെ DCCകളിൽ ആകെ അഴിച്ചുപണി നടത്തി ഒന്ന് പരീക്ഷിക്കാമെന്ന് കരുതി അതും ഫലവത്തായില്ല എന്ന് വേണം കരുതാൻ. ആദ്യം നേതാക്കൾക്കിടയിൽ സ്വരച്ചേർച്ചയും ഐക്യവും സ്ഥാനത്തിന് വേണ്ടിയുള്ള കടിപിടക്കൂടലും ഒഴിവായാൽ മാത്രമേ കേരളത്തിൽ ഇനി കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഒന്ന് തല ഉയർത്താൻ കഴിയൂ. പിണറായി മന്ത്രിസഭ രണ്ടാമതും അധികാരത്തിൽ വന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് മികച്ച ഒരു കോൺഗ്രസ് ഭരണകൂടം, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പ്രതിപക്ഷം കേരളത്തിൽ ഇല്ലാതെ പോയത് തന്നെയാണ് എന്നത് പകൽ പോലെ സ്പഷ്ടമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോഴിക്കച്ചവടത്തിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ കിടന്ന കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് ഒരു പൂട പോലും ഇല്ലാതെയായി. അവിടെ ഇനി ആര് എന്നുള്ള ചോദ്യത്തിന് കോൺഗ്രസിലെ ചില നേതാക്കന്മാർ അർഹതപ്പെട്ടവരെ ചെക്ക് വച്ച് പുറത്താക്കി ഇഷ്ടക്കാരെ തിരികെ കയറ്റിയതാണ് ഇപ്പോഴത്തെ വലിയ വിവാദം. കേരളത്തിലെ ജനസ്വീകാര്യനായ പാർട്ടി സ്വീകാര്യനായ എണ്ണം പറഞ്ഞ നേതാക്കളിൽ ഒരാളായ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ തന്നെ കോൺഗ്രസിലെ ഈ ചിറ്റമ്മ നയത്തിനെതിരെ രംഗത്ത് വന്നതോടുകൂടി കേരളത്തിൽ വീണ്ടും കോൺഗ്രസിനുള്ളിലെ ചേരിപ്പോര് രൂക്ഷമാവുക. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ചുമതല സംബന്ധിച്ചുള്ള വിവാദങ്ങളിൽ പ്രതികരിച്ച് ചാണ്ടി ഉമ്മൻ MLA രംഗത്ത് വന്നു. അബിൻ വർക്കി വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള നേതാവാണ് എന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു. അതിന്റെ വേദന സ്വാഭാവികമായും ഉണ്ടാകുമെന്നും ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും പാർട്ടിയുടെ തീരുമാനം അംഗീകരിക്കണമെന്ന് ചാണ്ടി ഉമ്മൻ കൂട്ടിച്ചേർത്തു. OJ ജനീഷും ഈ സ്ഥാനത്തിന് അർഹനാണ് എന്ന് ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കി. അബിൻ കൂടുതൽ പരിഗണിക്കേണ്ട വ്യക്തിയാണ് എന്നും പല അഭിപ്രായങ്ങൾ വരുന്നത് സ്വാഭാവികമെന്നും പറഞ്ഞ ചാണ്ടി ഉമ്മൻ പാർട്ടി എടുത്ത തീരുമാനത്തിലെ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല എന്നും അബിൻ അർഹതയുള്ള വ്യക്തിയാണ് എന്നും കൂട്ടിച്ചേർത്തു. പതിറ്റാണ്ടുകളായി വർക്ക് ചെയ്യുന്ന നേതാവാണ് അബിനെന്നും താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വന്ന നേതാവാണെന്നും അദ്ദേഹം പറയുന്നതിനൊപ്പം ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തിന്റെ കൂടി അഭിപ്രായം പരിഗണിച്ച് വേണമായിരുന്നു തീരുമാനമെടുക്കാൻ എന്നും തുറന്നടിച്ചു. സ്വാഭാവിക നീതി എന്താണെന്ന് ചോദിച്ച ചാണ്ടി ഉമ്മൻ അതിന്റെ ഭാഗമായി ഇവിടെ വർക്ക് ചെയ്തവർക്ക് വിഷമം കാണുമെന്നും വ്യക്തമാക്കി. ചാണ്ടി ഉമ്മനോടും പാർട്ടി ഇതേ നീതികേട് തന്നെയാണ് മുൻപ് കാണിച്ചത്. അതും മുതിർന്ന ഉമ്മൻചാണ്ടിയെ പോലെ ഒരു നേതാവിന്റെ മകനെയാണ് അന്ന് യാതൊരു പരിഗണനയും കൂടാതെ പാർട്ടി പുറത്താക്കിയത്. അതും ചാണ്ടി ഉമ്മൻ ഓർത്തെടുത്ത് വിമർശിച്ചു. എല്ലാവരും വിചാരിച്ച നിലയിൽ എത്തില്ലല്ലോ എന്നും പിതാവിന്റെ ഓർമ്മ ദിവസം തന്നെ പാർട്ടിയുടെ സ്ഥാനത്ത് നിന്നും നീക്കിയെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. തനിക്ക് വളരെയധികം മാനസിക വിഷമം ഉണ്ടാക്കിയ സംഭവമാണ് നടന്നതെന്ന് വ്യക്തമാക്കിയതിനോടൊപ്പം ഒരു ചോദ്യം പോലും ചോദിച്ചില്ല എന്നും തന്നോട് പറഞ്ഞിരുന്നെങ്കിൽ സ്വയം രാജിവെച്ചൊഴിഞ്ഞേനെ എന്നും അപമാനിക്കുന്ന രീതിയിൽ പുറത്താക്കിയപ്പോഴും പാർട്ടിയുടെ തീരുമാനം എന്നാണ് പറഞ്ഞതെന്നും ചാണ്ടി ഉമ്മൻ കൂട്ടിച്ചേർത്തു. അതിന് പിന്നിൽ പ്രവർത്തിച്ചതാര് എന്ന് പിന്നീട് പറയാമെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. അതിന്റെ കാര്യം എന്തെന്ന് ഒരു ദിവസം താൻ പറയുമെന്നും തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഒരു വിവാദത്തിനും ഇല്ല എന്നുമാണ് ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് വരെ ഞങ്ങൾ മര്യാദ രാമന്മാരായിരിക്കുമെന്നും അത് കഴിഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് കഴിഞ്ഞാൽ വെടിക്കെട്ട് തുടങ്ങുമെന്നും പറയുന്ന നേതാക്കന്മാരെ എന്ത് വിശ്വസിച്ച് വോട്ട് കൊടുത്ത് വിജയിപ്പിക്കുമെന്നാണ് സംശയം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച